ഡൽഹിയിൽ രേഖ ഗുപ്ത ബി.ജെ.പി. മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് രേഖ ഗുപ്ത ഡൽഹിയുടെ സിംഹാസനത്തിൽ അമർന്നിരുന്നത്. ഡൽഹി 27 വർഷത്തിന് ശേഷം തിരിച്ചു പിടിച്ചതിന് ശേഷമുള്ള സർപ്രൈസ് നിറഞ്ഞ 11 ദിവസങ്ങൾക്കൊടുവിലാണ് രേഖ ശർമ്മ എന്ന പേരിൽ ബി.ജെ.പി. തീരുമാനമർപ്പിച്ചത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ മറികടന്നാണ് കന്നി നിയമസഭാ പ്രവേശനത്തിൽ തന്നെ 52-കാരിയായ രേഖയെ മുഖ്യമന്ത്രിയായ കസേരയിൽ ഇരുത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കേന്ദ്രം. പരേഷ് വർമ്മ, ആശിഷ് സൂദ്, വീരേന്ദ്ര സച്ദേവ്, വിജേന്ദ്ര ഗുപ്ത, സതീഷ് ഉപാധ്യായ എന്നീ പേരുകളുടെ കൂട്ടത്തിൽ രേഖയും ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം വരെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് രേഖയ്ക്ക് നറുക്ക് വീണത്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ശർമ്മ. ഇവിടെ തന്നെ സുഷമ സ്വരാജ്, കോൺഗ്രസിന് ഷീല ദീക്ഷിത്, ആം ആദ്മി പാർട്ടിയുടെ അതിഷി എന്നിവരാണ് രേഖയുടെ മുൻഗാമികൾ. 1974 ഹരിയാനയിലെ ജിന്ദിൽ ആയിരുന്നു രേഖ ഗുപ്തയുടെ ജനനം. കാലങ്ങളായിട്ട് ഡൽഹിയിലെ ബി.ജെ.പിയുടെ നെടുംതൂണായി നിൽക്കുന്ന ബനിയ സമുദായത്തിലെ അംഗമാണ് രേഖ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജീവനക്കാരിയായിരുന്ന പിതാവിന്റെ സ്ഥലം മാറ്റത്തെ തുടർന്നായിരുന്നു രേഖയുടെ കുടുംബം ഡൽഹിയിലേക്ക് വരുന്നത്. അന്ന് 2 വയസ്സായിരുന്നു രേഖയുടെ പ്രായം. ഡൽഹി സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് RSS വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തിൽ എത്തുന്നത്. 2007 നോർത്ത് പീതാംപൂരിൽ നിന്നുമുള്ള മുനിസിപ്പൽ കൗൺസിലർ ആകുന്നതാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ തുടക്കം. ഡൽഹി ബി.ജെ.പിയുടെ വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള രേഖ പാർട്ടിയുടെ ദേശീയ വനിതാ സംഘടനയുടെയും ഭാഗമായി. 2012 മുനിസിപ്പൽ കൗൺസിലറായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട രേഖ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി മാറി. അക്കാലത്ത് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, ഈസ്റ്റ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, സൗത്ത് ഡൽഹി കോർപ്പറേഷൻ എന്നിങ്ങനെ 3 കോർപ്പറേഷനുകൾ ഡൽഹിയിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇവയെല്ലാം ഏകോപിപ്പിക്കുന്നത്. നേരത്തെ 2 തവണ ഡൽഹി നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നുവെങ്കിലും തോൽക്കാനായിരുന്നു വിധി. വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലുള്ള ഷാലിമാർ ബാഗിൽ നിന്നും 2015 2020 ജനവിധി തേടിയെങ്കിലും തോറ്റു. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ 14 മുഖ്യമന്ത്രിമാരിലെ ഏക വനിതയാകും ഇനി രേഖ ശർമ്മ. ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾക്കും ബി.ജെ.പി. പരിഗണന കൊടുക്കുന്നു എന്നൊരു രാഷ്ട്രീയ തന്ത്രം പയറ്റാൻ കൂടി രേഖയിലൂടെ ബി.ജെ.പി. ശ്രമിക്കുകയാണ്. രാജ്യത്ത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടുന്നു എന്ന കണക്കിൽ ഈ തന്ത്രം പാർട്ടിയെ സഹായിക്കുമെന്നും അവർ കരുതുകയാണ്. അതേസമയം ഡൽഹിയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി വാഴാത്ത ഇടപാടെന്നതാണ് വസ്തുത. 27 വർഷങ്ങൾ മുൻപ് അധികാരം ലഭിച്ച കാലയളവിൽ 1ഉം 2ഉം അല്ല, ആകെ 3 മുഖ്യമന്ത്രിമാരെ മാറ്റി പരീക്ഷിക്കേണ്ടി വന്ന ഗതികേടിലും ബി.ജെ.പി. ഉണ്ടായിരുന്നു.